അവധി ദിവസങ്ങളിൽ എങ്ങോട്ടും പോകണമെന്ന് ഞങ്ങളുടെ അതിയായ ആഗ്രഹമാണ്. 3 മക്കളെയും കൊണ്ട് പോകുമ്പോഴുള്ളൊരു മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഞങ്ങളങ്ങോട്ട് ഇറങ്ങി തൃശ്ശൂർ ഹൈലൈറ്റ് മാളിലേക്ക്. കൂടെ ഞങ്ങളുടെ അനിയനും ഉണ്ട് കേട്ടോ. അനിയനും വൈഫും മക്കളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ജോളിയായി അവിടെ എത്തി. അവിടെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് ചുറ്റി നടന്ന് എല്ലാം ഒന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഹൈപ്പർ മാർക്കറ്റ് കേൾക്കുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യണമെന്നാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിപ്പോവുക. ഒന്നും മേടിക്കാനില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ബില്ലടിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുണ്ടാവും, അല്ല എൻ്റെ കയ്യിലുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിലെ ഹൈപ്പർ മാർക്കറ്റ് മൊത്തം അരിച്ചു പറക്കി ഇങ്ങനെ നടന്നു. എന്നിട്ട് മേടിച്ചതോ ഒരു 5-10 കുഞ്ഞു കുഞ്ഞു ഐറ്റംസ്. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ ബില്ലടിച്ചതേ പോണു ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക്. അവിടെ പോയി ഞങ്ങൾ എന്ത് ഓർഡർ ചെയ്യും ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ആദ്യം തന്നെ തണുത്തൊരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. ആ ജ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന് ഒത്തിരി നേരമായി. വരുന്നു ജ്യൂസ്. അങ്ങനെ ആ ജ്യൂസും കുടിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചിക്കൻ കഴിക്കാമെന്ന്. അങ്ങനെ വരും നമ്മുടെ ചിക്കൻ ചേട്ടൻ. ആ ചിക്കൻ ചേട്ടനെയും ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ പഞ്ഞിമിഠായി, നമ്മുടെ സ്വന്തം പഞ്ഞിമിഠായി അങ്ങനെ പറയാമോ അതിൻ്റെ ഒരു ഭംഗി. അങ്ങനെ അതും മേടിച്ച് കയ്യിലും വെച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോൾ കിടക്കണം നമ്മുടെ നിറയെ ജീപ്പ്. നമ്മുടെ മക്കൾക്ക് സന്തോഷം കിട്ടാൻ ഇതിനപ്പുറം എന്ത് വേണം. ജീപ്പ് കണ്ടതോടുകൂടി അവർ നല്ല ഹാപ്പിയായി. ഓരോരുത്തരും ഓരോ ജീപ്പിൽ കയറിയിരുന്നു. ഞങ്ങൾ 2 പേരെ ഒരുമിച്ചിരുത്തി. അങ്ങനെ ആദ്യം ഒരു ട്രിപ്പ് പോയി, എവിടെ ഇറങ്ങണു അവരുണ്ട് ഇറങ്ങണു. 2ാമത്തെ ട്രിപ്പ് പോയി, 3ാമത്തെ ട്രിപ്പ് പോയി. അവർ ഇറങ്ങാനുള്ള ഒരു ഉദ്ദേശമില്ല. അവസാനം ഒരു കണക്കിന് അവർ 2 പേരെയും പിടിച്ചു മാറ്റി. ട്രെയിൻ പോകുന്നുണ്ട്, ബസ് പോകുന്നതെന്നൊക്കെ കാണിച്ച് അവരിങ്ങോട്ട് ഇറക്കി. കരച്ചിൽ. 5 പേരും ഒരൊറ്റ വാശി ജീപ്പിൽ നിന്ന് ഇറങ്ങില്ല. പിന്നെ മനസ്സോടെ പിടിച്ച് എടുത്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറേ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാനും മക്കൾക്കും ഞങ്ങൾക്കും മാക്സ് അങ്ങനെ ഒത്തിരി ഷോപ്പിംഗ് മാളുള്ള സ്ഥലമായിരുന്നു. അവിടേക്കൊക്കെ പോയി ഞങ്ങളിങ്ങനെ നടന്നു. അങ്ങനെ വരണ വഴി നമ്മുടെ പാരഡൈസിൽ കയറി നമുക്ക് ഫ്രഷ് ലൈം ജ്യൂസും ഒരു പരിപ്പ് വടയും കഴിച്ചു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.